ഈ മഹത് ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് മഹത് ഗ്രന്ഥങ്ങളില്ല. പഴഞ്ചൻ ബുദ്ധികൾ, പഴഞ്ചൻ മനുഷ്യന്മാരെഴുതിയ ബുക്കുകളേ ഉള്ളൂ. അവരെഴുതിയതുമല്ല, കാണാതെ പറഞ്ഞതാണ്. മതഗ്രന്ഥങ്ങളെല്ലാം വായിച്ചാൽ പഴയ കാലത്തെ മനുഷ്യർക്ക് ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് ഉപനിഷത്ത് തൊട്ട് ഖുറാൻ വരെ ഒരുപോലെ ശുദ്ധ അസംബന്ധങ്ങളാണ്. ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന ഇഷ്ടംപോലെ അറിവ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുന്നിൽ അതൊന്നും യാതൊരു കാര്യമില്ലാത്തതാണ്. അത് മണ്ടന്മാരായതുകൊണ്ടാണ് പുണ്യം എന്നൊക്കെ പറയുന്നത്. അല്ലെ, എവിടെയാണ് പുണ്യം? പുണ്യഗ്രന്ഥം, പുണ്യ പ്രദേശം എന്നൊക്കെ പറയത്തില്ല. നിങ്ങളൊരു അമ്പലം ഉണ്ടാക്കുമ്പോൾ അത് പുണ്യമാണെന്ന് പറയും, കക്കൂസ് ഉണ്ടാക്കിയിട്ട് അത് മോശമാണെന്ന് പറയും. ഒരേ ഭൂമി തന്നെ അത്. പ്രയോജനമുള്ളത് ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ എല്ലാവരും പോവോ? പോകത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗം അല്ലേ പോവുള്ളൂ. അപ്പം അങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ കക്കൂസ് ഉണ്ടാക്കിയ എല്ലാവരും പോകും. ഏതാണ് കൊള്ളാവുന്നത്? ആരെയാണ്, ഏത് സ്ഥലമാണ് ആളുകളെ യോജിപ്പിച്ചത്? അതുകൊണ്ട് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് മനുഷ്യരെ യോജിപ്പിക്കണമെങ്കിൽ, പരസ്പരം ഒന്നിപ്പിക്കണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം, ചന്ത ഉണ്ടാക്കണം, പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കണം, പബ്ലിക് റോഡുകൾ ഉണ്ടാക്കണം, ബസ്സുകൾ ഉണ്ടാക്കണം, ട്രെയിനുകൾ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് മനുഷ്യരെ യോജിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അല്ലാതെ അമ്പലവും പള്ളിയൊന്നും അല്ല. അത് ആളുകളെ വിയോജിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അവർ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. മറ്റുള്ളവരെക്കാളും ഞങ്ങൾ മഹത്തരാണ്, നേരത്തെ പറഞ്ഞത് മഹന്മാരാകുന്ന സ്ഥലങ്ങളാണ്. സ്പെഷ്യലാണെന്ന് പഠിപ്പിച്ചിട്ട്, ഞങ്ങളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പഠിച്ചിട്ട് ഒരിക്കലും അന്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത സ്ഥലങ്ങളാണ്, വിവേചനം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അമ്പലവും പള്ളിയെല്ലാം.